പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. പതിവ് പോലെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ, ദൈവവചനം കേൾക്കുവാൻ ദൈവമായ കർത്താവ് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം പൊൻപുലരിയുടെ നമുക്ക് വീണ്ടും ദൈവം ദാനം തന്ന് ആയുസ്സിനെയും ആരോഗ്യത്തെയും നീട്ടി ബലവും ധൈര്യവും ശക്തിയും തന്ന് ഈ ഭൂപരപ്പിൽ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന് ദൈവനാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ച് കർത്താവിന് നന്ദി കരയറ്റിക്കൊണ്ട് ഇന്നത്തെ പ്രഭാതം നമുക്ക് വേദവചന ധ്യാനത്തിനായി സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. സെഫന്യ ചാപ്റ്റർ 3 വേഴ്സ് 20. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുകെ ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയുമാക്കി തീർക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അനുഗ്രഹീതമായ വചനത്തിനായി കർത്താവിനോട് നന്ദി പറയുന്നു. ഇവിടെ സെഫന്യ പ്രവാചകൻ, നമുക്കറിയാം ചെറിയ പ്രവാചകന്മാർ ഒരാളായ സെഫന്യ പ്രവാചകൻ പ്രവാസത്തിലേക്ക് പോയ ജനത്തെക്കുറിച്ചുള്ള ഒരു അരുളപ്പാടാണ് ഇവിടെ അറിയിക്കുന്നത്. ജനം പ്രവാസത്തിലാണ്. ആ പ്രവാസത്തിലിരിക്കുന്ന ജനം എവിടെയെല്ലാം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു എന്നെഴുതിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു മടക്കി വരുത്തലും കാണാം. ഇതൊരു ദൈവിക പ്രമാണത്തിൻ്റെ ദൈവിക പദ്ധതിയുടെ ഒരു പൂർത്തീകരണമാണ്. ജനം ദൈവത്തിനോട് നോക്കി നിലവിളിക്കുമ്പോൾ, അത് ഒന്നാം പ്രവാസമായ ഈജിപ്തിലെ പ്രവാസ കാലത്തിൽ വെച്ച് എഴുതിയിട്ടുണ്ട്. അവരുടെ കഷ്ടത, ഊഴിയവിചാരകന്മാരുടെ ആ പീഡന നിമിത്തം നിലവിളിക്കുന്ന ജനത്തെ നോക്കി ദൈവം പറഞ്ഞു, അവരുടെ കരച്ചിൽ ഞാൻ കേട്ടു. അവരുടെ നിലവിളി, അവരുടെ കഷ്ടത ഞാൻ കണ്ടു. അത് കഷ്ടത കാണുന്ന ദൈവമാണ്, നിലവിളി കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ശലോമോൻ പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നത്, മടങ്ങി വരുന്ന ജനത്തെക്കുറിച്ച് ഒരു പ്രത്യാശയുണ്ട്. ഇവിടെ ബാബേൽ പ്രവാസത്തിലേക്ക് പോയ ജനം, ആ ജനം ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ആരാധനയ്ക്ക് വേണ്ടിയുള്ള സമയത്ത് ആരാധിക്കാതെ, അതേ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നപ്പോൾ ദൈവം സ്കാറ്റേഡാക്കി ചിതറിച്ചു കളഞ്ഞ് പ്രവാസത്തിലേക്ക് അയച്ച ജനം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവം മടക്കി വരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സെഫന്യാവിലൂടെ ഉണ്ടായ അരുളപ്പാടാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് നോക്കിയ ജനത്തെ, തങ്ങളെ തന്നെ താഴ്ത്തിയ ജനത്തെ ദൈവം മടക്കി വരുത്തും. ഇന്നും അത് തന്നെ. ദൈവ മുഖത്തേക്ക് നോക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം നിനക്ക് ഒരു മടക്കി വരുത്തല്, ഒരു മടങ്ങി വരവ് ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നീ തകർന്നു പോയെന്നും ഇല്ലാതെ പോയെന്നും പ്രവാസത്തിലാണെന്നും വിധി എഴുതുന്ന ബാബേലിൽ വെച്ച് ബാബേലിലെ മേലാളന്മാര് നിന്നെ നോക്കി തീർന്നു എന്ന് പറയുമ്പോൾ തീർന്നിട്ടില്ല. ദൈവത്തിന് മുഖത്തേക്ക് നോക്കുന്ന നിന്നെ ദൈവം പറയും, ഇല്ല കുഞ്ഞെ, നിന്നെ കൈവിടാത്ത ദൈവം നിന്റെ കൂടെയുണ്ട്. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ നോക്കി പിശാച് പറഞ്ഞു, ജയിച്ചവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഇനി ഇല്ല എന്ന് പറയുമ്പോൾ യേശുവിന്റെ ഒരു തിരിഞ്ഞു നോട്ടത്തിനകത്ത് പൊട്ടിക്കരയുന്ന പത്രോസിനെ കാണാം. എന്റെ അരുമനാഥനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന പത്രോസിനെ പിന്നത്തേതിൽ മാറോട് ചേർത്തണയ്ക്കുന്ന യേശു. അതാ യേശുനാഥൻ, അതാ നമ്മുടെ കർത്താവ്. കൈവിട്ട് കളയുന്നവനല്ല, മാറോട് ചേർത്ത് പിടിക്കുന്നവനാണ് ദൈവം ദൈവകരങ്ങളില്. അതാ ദൈവത്തിന്റെ പ്രത്യേകത, നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത. കുഞ്ഞെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നീ ദൈവത്തിലേക്ക് മടങ്ങി വന്നു, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയോ. നിന്നെ കൈവിടാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്, ദൈവം നിന്റെ മുഖത്തെ ആദരിക്കുന്നു. എന്നിട്ട് പ്രവാസകാലത്തിലേക്ക് പോയ ജനത്തെ ആ കാലത്ത് ഞാൻ മടക്കി വരുത്തും എന്ന് പറഞ്ഞ, ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കും. ചെതറിപ്പോയതാ. മടക്കി വരുത്തുന്നത് പോയ ജനത്തെ, പ്രവാസത്തിലേക്ക് പോയ ജനത്തെ. ശേഖരിക്കുന്നത് സ്കാറ്റേഡായി പോയത്, ചിതറിപ്പോയതിനെ ശേഖരിക്കും. അവിടെ ഇവിടെ ആയി ചിതറിക്കിടക്കുന്നതിനെ ദൈവം ശേഖരിക്കും. നിങ്ങൾ കാണുകയെ ഞാൻ നിങ്ങളെ പ്രവാസികളെ മടക്കി വരുത്തും. ഈ ശേഷിക്കുന്നവർ കാണുക തന്നെ പ്രവാസികളെ എല്ലാവരെയും മടക്കി വരുത്തും. എന്നിട്ടോ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയുമാക്കി തീർക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഭൂമിയില് നിങ്ങളില്ലെന്നും നിങ്ങളെ പുച്ഛിച്ച് പുറം തള്ളിയവരുടെ മുമ്പില് ഒരു കീർത്തിയാക്കി തീർക്കുന്ന, പ്രശംസാപാത്രമാക്കി തീർക്കുമെന്ന്
ഒരു ചെറിയ പീരീഡേക്ക് അത് ദൈവം തമ്പുരാൻ അങ്ങനെ പറയുന്നുണ്ട്. അല്പകാലത്തേക്ക് എന്റെ മുഖം മറച്ചത് സദാകാലത്തേക്കും നിന്നെ ചേർത്തുകൊള്ളാനാകുന്നു. അല്പനേരത്തേക്ക് ദൈവത്തിന്റെ മുഖം മറച്ചു കളഞ്ഞത് സദാകാലത്തേക്കും ചേർത്തുകൊള്ളാനാകുന്നു. അതെങ്ങനെ ചേർക്കുന്നതെന്നറിയാമോ? ദൈവം നിന്നെ കീർത്തിയും പ്രശംസയുമാക്കി മാറ്റുമെന്ന്. നിന്നെ ആരൊക്കെ പുച്ഛിച്ചു തള്ളിക്കളഞ്ഞോ, നിനക്ക് ഇത്രയൊക്കെ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിനക്ക് മാർക്കിട്ടോ, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് ഒരു ഭീഷണിയായി നിനക്ക് ഇത് ഇത്രയൊക്കെ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് നിന്നെ ആദരിക്കാതിരുന്നോ, അവിടെ നിന്നെ ഒരു കീർത്തിയും പ്രശംസയുമാക്കി ദൈവം മാറ്റുമെന്ന്. ഹല്ലേലൂയ. നിന്നെ ഒരു കീർത്തിയും പ്രശംസയുമാക്കി തമ്പുരാൻ മാറ്റുമെന്ന് കുഞ്ഞെ. നിന്നെ ഒരു കീർത്തിയും പ്രശംസയുമാക്കി ദൈവം മാറ്റുന്നത് ആത്മാവിലൊന്ന് തിരിച്ചറിയട്ടെ. നീ ഒന്ന് തിരിച്ചറിയട്ടെ. ദൈവത്തിന്റെ പദ്ധതി അതാ. നീ പോയി എന്ന് പറഞ്ഞെടുത്ത്, തീർന്നു എന്ന് പറഞ്ഞെടുത്ത് നിന്നെ മടക്കി കൊണ്ടുവന്ന് ഒരു കീർത്തിയും പ്രശംസയുമാക്കി തീർക്കും. അതുകൊണ്ട് ആ 3-ാം സങ്കീർത്തനം പറയുന്നത്, യഹോവ നിന്റെ തല ഉയർത്താൻ, എവിടെ നീ തല താഴ്ത്തിയോ അവിടെ യഹോവ നിന്റെ തല ഉയർത്തുന്നവരും നിന്റെ മഹത്വവും നിന്റെ പരിചയമാകും. കുഞ്ഞെ, നീ തല താഴ്ത്തിയിടത്ത് നിന്റെ തല ഉയർത്തുന്നവൻ ദൈവമാ. നീ തല താഴ്ന്നു പോയിടത്ത് നിന്റെ മഹത്വമാക്കി തീർക്കുന്ന ദൈവമാ. ഈ വാക്ക് കേട്ടേ. നിന്നെ കീർത്തിയും പ്രശംസയുമാക്കി ദൈവം മാറ്റുമെന്ന്. വെറുതെ വിടത്തില്ല. നിന്നെ കീർത്തിയും ഒരു പ്രശംസയുമാക്കി തമ്പുരാൻ മാറ്റുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. നിന്നെ വിട്ടുകളയത്തില്ല. കീർത്തിയും പ്രശംസയുമാക്കി ദൈവം തമ്പുരാൻ നിന്നെ മാറ്റുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം പറഞ്ഞ്, ഈ വചനം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ജനത്തെ ദൈവം ഒരു കീർത്തിയും പ്രശംസയുമാക്കി മാറ്റുന്നതിനായി സ്തോത്രം. മടങ്ങി വരുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആ ജനത്തെ ദൈവം ആദരിക്കുന്നതിനായി സ്തോത്രം. ശേഖരിക്കുന്ന ദൈവം, കൂട്ടിവരുത്തുന്ന ദൈവം, മടക്കി വരുത്തുന്ന ദൈവം, ആദരിക്കുന്ന ദൈവം, പ്രശംസയും കീർത്തിയുമാക്കുന്ന ദൈവം. ആ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവും മഹത്വത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. ഗഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ ചെറുകടിയിൽ കർത്താവ് നമ്മളെ മറക്കട്ടെ. ഗഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.